കേരളത്തിലും SIR നടപ്പിലാക്കാനുള്ള നടപടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയതോടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശങ്ക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിൽ ഇക്കാര്യം അറിയിക്കാനാണ് കോൺഗ്രസിന്റെയും CPM-ന്റെയും തീരുമാനം. നിലവിലെ വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നത് അംഗീകരിക്കില്ല എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. CPM-നും സമാനമായ ആശങ്കയാണുള്ളത്. 2002 സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത്. ഈ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നടപടികൾ തുടങ്ങിയത്. ഇതോടെ 2025 വോട്ടർ പട്ടികയിലുള്ള ലക്ഷക്കണക്കിന് വോട്ടർമാർ പുറത്താവും. ഇവർ 12 പൗരത്വ രേഖകളിൽ ഒന്ന് സമർപ്പിച്ച് എന്യൂമറേഷൻ നടത്തണം. കേരളത്തിൽ കള്ളവോട്ടുണ്ടെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് SIR-നെ പിന്തുണയ്ക്കുന്നില്ല. SIR-നോടുള്ള എതിർപ്പ് കമ്മീഷനെ കോൺഗ്രസ് അറിയിക്കും. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ ചായ്വ് കാണിക്കാത്തവരാണെന്ന് ഉറപ്പാക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടും. കഴിഞ്ഞ 23 വർഷമായി വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാതാകുന്ന മായാജാലമാണ് SIR എന്ന് പറയുന്നത്. ഇത് ഞങ്ങൾ അതിശക്തമായി എതിർക്കും. കാരണം ഇത് നീതിപൂർവമായ സത്യസന്ധമായ തെരഞ്ഞെടുപ്പിന് എതിരായിട്ടുള്ള BJP-യുടെ തന്ത്രമാണ്. CPM-ഉം CPI-യും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തോട് യോജിക്കുന്നില്ല. രാജ്യത്താകെ ശക്തമായ പ്രതിഷേധം ഉയർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യത്താകെയും ഇത് വ്യാപിപ്പിക്കുമെന്നുള്ളത് അങ്ങേയറ്റം ധിക്കാരപരമായ നിലപാടാണ്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരികയും. നിലവിലെ വോട്ടർമാർ പുറത്താകുമോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം കൂടുതൽ പ്രതികരണങ്ങൾ നടത്തും. മീഡിയ 1 തിരുവനന്തപുരം.